ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇപ്പോൾ ഇതാ ഞാനും കറുമ്പായിയും ബെല്ലയും പിന്നെ അടുത്ത് തുമ്പിയും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് രാവിലെയാണ്. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ കുക്കിംഗ് ഗ്യാസ് കിട്ടാത്തതാണല്ലോ. അപ്പോൾ അതേ പ്രശ്നം തന്നെയാണ് എനിക്കും. അതുകൊണ്ട് തന്നെ ഞാനൊരു പുറത്ത് അടുപ്പൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കി കേട്ടോ. ഒരു ചെറിയ സ്ലാബൊക്കെ വാർത്തിട്ട് ഞാൻ സ്വന്തമായിട്ട് ചെയ്തതാണേ. വലിയ പെർഫെക്ഷനൊന്നും ഇല്ല, എങ്കിലും നമ്മുടെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർക്കൊക്കെ അറിയാം, നമ്മുടെ ഒരു കുഞ്ഞ് അടുക്കളയാണ് കേട്ടോ. അവിടെ അതിൻ്റെ അകത്ത് അടുപ്പ് വെക്കാനുള്ള സെറ്റപ്പൊന്നും ഇല്ല കേട്ടോ, സ്പേസ് ഇല്ല. അപ്പോൾ പുറത്ത് ഞാൻ കല്ല് കൂട്ടിയിട്ടായിരുന്നു തൽക്കാലത്തേക്ക് ഒരു അടുപ്പ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ അത് പറ്റൂല എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്തതാണേ. അപ്പോൾ ഇന്ന് രാവിലെ കാപ്പിക്ക് ഇഡ്ഡലിയും സാമ്പാറാണ് കേട്ടോ. അപ്പോൾ സാമ്പാറും പുറത്ത് തന്നെ വെക്കേണ്ടി വരും. എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടില്ല. ഇപ്പോൾ ഒരു ഉമ്മച്ചിയുടെ നിന്ന് 2 ഗ്യാസ് കുറ്റിയിൽ നിന്ന് ഒന്ന് ഞാൻ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതിൽ ഉമ്മച്ചിയുടെ കാലിയായി, ഇപ്പോൾ എൻ്റെതും തീരാറായി കേട്ടോ. അപ്പോൾ സാമ്പാറൊക്കെ നമ്മൾ കുക്കറിൽ വയ്ക്കുമ്പോൾ 2-3 വിസിലിനകം സാമ്പാർ റെഡിയാകുമല്ലോ. ഇപ്പോൾ അങ്ങനെയല്ല, കുറച്ച് നേരം അങ്ങനെ നിൽക്കേണ്ടി വരും. പക്ഷേ എന്തായാലും ടേസ്റ്റ് നമ്മുടെ വിറകടുപ്പിൽ വയ്ക്കുന്നത് തന്നെയാണ്, അത് സമ്മതിച്ചേ പറ്റുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീരട്ടെ അല്ലേ, നമുക്ക് പ്രാർത്ഥിക്കാം. ഈ യുദ്ധവും കാര്യങ്ങളൊക്കെ തീർന്ന് എല്ലാവരും ഒന്ന് ഓക്കെ ആവട്ടെ അല്ലേ, നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ കാപ്പിയൊക്കെ കഴിഞ്ഞതാ മക്കൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു. ഇപ്പോൾ 10 മണിയായി കേട്ടോ. അങ്ങനെ ഞാനും കഴിക്കാനിരുന്നു. പെട്ടെന്ന് തോന്നിയതാണ് ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന്. കുറച്ച് നാളായി ഞാൻ വീഡിയോ ഇട്ടിട്ട് നല്ല മടിയാണ് വീഡിയോ എടുക്കാൻ. ഇത് എവിടെയാണ് ഇവർ ഇങ്ങനെ ഓടുന്നതെന്ന് വെച്ചാൽ മീൻ മേടിക്കാനാണ്. കണ്ടതൊന്നും ഇവരാണ് മീൻ മേടിക്കാൻ പോകണമെന്ന്. ഇവിടെ അടുത്ത് തന്നെ ബൈക്കിൽ മീൻ കൊണ്ടുവരും. അപ്പോൾ ഹോൺ അടിക്കുമല്ലോ, ഈ ഹോണടി കേൾക്കുമ്പോൾ എനിക്ക് മുമ്പേ പോണത് ഇവരാണ് കേട്ടോ. തുമ്പിയുണ്ട്, 3 പേര് ഇരിക്കുകയാണ്. ഞാൻ വരുന്നതും കാത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ 2 പേരും കൂടി ഉണ്ടായിരുന്നു മുമ്പത്തെ വീഡിയോയിൽ കാണാമായിരുന്നു അവരെ. തുമ്പിയുടെ മക്കൾ 2 പേര് അവരെ മകൾ വേറൊരു വീട്ടിൽ വളർത്താൻ കൊടുത്തു കേട്ടോ. ഇവിടെ പട്ടിശല്യം, ഭയങ്കര പട്ടിശല്യം ആയതുകൊണ്ട് എല്ലാവരെയും നോക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് 2 പേരെ വളർത്താൻ തന്നെ കൊടുത്തു കേട്ടോ. ഇപ്പോൾ ഇവർ 3 പേരുമാണുള്ളത്. അപ്പോൾ കണ്ടോ, ഞാൻ പോണതും തിരിച്ച് പോകണതും നോക്കിയിരിക്കുകയാണ്. മീൻ കാണുമ്പോൾ അവർക്കൊരു സന്തോഷം. അങ്ങനെ നമ്മൾ പോവാണ് കേട്ടോ തിരിച്ച് വീട്ടിലേക്ക്. തൊട്ടടുത്ത് തന്നെ കൊണ്ടുവരും. അപ്പോൾ ഇതാണ് മീൻ. ഇതെന്താ ഇതിൻ്റെ പേരെന്തോ പറഞ്ഞു, എനിക്ക് മറന്നു കേട്ടോ. അപ്പോൾ കൂട്ടുകാരുടെ അവിടെ എന്താ ഈ മീനിന് പേര് എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചോറിനിട്ട് കൊടുത്തിട്ടോ. ചോറ് ഏകദേശം വേവാനായി, നല്ല തിളച്ച് കിടക്കുകയാണ്. അതിനപ്പുറം വെയിൽ കേട്ടോ, നല്ല ചൂട്. 9 മണിയൊക്കെ ആകുമ്പോഴത്തേനും തന്നെ പുറത്ത് നല്ല വെയിലാകും. അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അത്രയ്ക്ക് വെയിലാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കിഴങ്ങിരിപ്പുണ്ടായിരുന്നു കേട്ടോ. അത് കവറിൽ തന്നെ ഇരുന്നു, ഞാനത് മറന്നു പോയിരുന്നു. 2-3 ദിവസമായി. അപ്പോൾ അത് കുറച്ചൊക്കെ ചെള്ളായി പോയി. ബാക്കി കിട്ടിയതൊക്കെ വെച്ചിട്ട് ഒരു ചെറിയൊരു കൂട്ടാനാക്കി കേട്ടോ. അപ്പോൾ അതും എന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതും പുറത്തുനിന്ന് തന്നെയാണ് വെച്ചത് കേട്ടോ, വിറകടുപ്പിൽ തന്നെ വെച്ച് ഇപ്പോൾ കൊണ്ടുവന്നേ ഉള്ളൂ. അങ്ങനെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു. പിന്നെ ഇതാ പറയാനുള്ളത്, ഒരു ഫ്രിഡ്ജ് മേടിച്ചു കേട്ടോ. ഇത് നോമ്പിന് മുമ്പ് മേടിച്ചതാണ്. നോമ്പൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് ഫ്രിഡ്ജില്ലാതെ പറ്റില്ലല്ലോ, അങ്ങനെ ഒന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് തുണി അലക്കാനുണ്ടായിരുന്നു. അങ്ങനെ തുണിയൊക്കെ അലക്കിയിട്ടു. ഇത് കണ്ടോ, നല്ല ചുമന്ന ചെമ്പരത്തിയാണ് കേട്ടോ. ഇത് എന്താ ഇരട്ട ചെമ്പരത്തിയാണ് കേട്ടോ, നല്ല കളറുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ തന്നെ ബെല്ലയും ഉണ്ട്. എവിടെ പോയാലും ഇങ്ങനെ വരും കേട്ടോ വിളിച്ചിട്ട്. ആദ്യം മറ്റേ 2 പൂച്ച കുഞ്ഞുങ്ങളെ കൊടുത്തപ്പോൾ അവന് നല്ല വിഷമമായിരുന്നു. പിന്നെ കറമ്പായി ഉള്ളതുകൊണ്ട് അവൻ്റെ വിഷമമൊക്കെ മാറി. അപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുളിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ആ ട്യൂബ് കണ്ട് ചിരിക്കണ്ട കേട്ടോ, അത് ബെറോളിൻ ഓയിൽമെൻ്റ് ആണ് കേട്ടോ. നല്ല ആയുർവേദിക് ഓയിൽമെൻ്റ് എന്നാണ് പറയുന്നത്. പക്ഷെ നല്ല യൂസാണ് കേട്ടോ ഇത്. പ്രത്യേകിച്ചും ഈ ഡ്രൈ സ്കിന്നിനൊക്കെ നല്ലതാണ്. ചെറിയ മുറിവൊക്കെ ഉണങ്ങുമെന്ന് പറയുമ്പോൾ എന്തായാലും നിങ്ങളൊന്ന് മേടിച്ച് നോക്കുക കേട്ടോ, നല്ലൊരു ഓയിൽമെൻ്റാണ് അത്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഫുഡും കഴിച്ചിട്ട് കുറച്ച് നേരം കിടന്നു കേട്ടോ. പിന്നെ കഴിഞ്ഞിട്ട് ഞാൻ തയ്ക്കാനുണ്ടെന്ന് വെച്ചിട്ട് തുണി എടുത്ത് നോക്കുവാണേ. അപ്പോൾ നോക്കിയപ്പോൾ 2 ദിവസം കൂടി ഉണ്ട് ഇത് കൊടുക്കാൻ. പിന്നെ ആവട്ടെന്ന് വെച്ചിട്ട് എടുത്ത പോലെ തന്നെ തിരിച്ചതുപോലെ മടക്കി വെച്ചു. അതും കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ ബെല്ലയും കറമ്പായും കൂടെ കളിക്കുകയാണേ. കുറച്ച് നേരം ഞാനും അവരോട് ഇരുന്ന് കേട്ടോ. അങ്ങനെ വൈകിട്ടായപ്പോഴത്തേന് ഇന്ന് ചായ ഇട്ടില്ല കേട്ടോ. അപ്പോൾ ചെറുപയർ പരിപ്പുണ്ടായിരുന്നു, അത് വെച്ചിട്ട് ഒരു പായസമാക്കി. അങ്ങനെ പിള്ളേർക്കത് ഒഴിക്കുവാണ്. അപ്പോൾ ഒരാൾക്ക് പായസം വേണ്ട, അതിങ്ങനെ തേങ്ങയും പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാവേ.